UGC വ്യവസ്ഥ ലംഘിച്ച് സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനം തകൃതി. കോടതി ഉത്തരവ് പ്രകാരം തരം താഴ്ത്തിയ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരെയാണ് ചട്ടവിരുദ്ധമായി വീണ്ടും പ്രിൻസിപ്പൽമാരായി നിയമിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമവ്യവസ്ഥകൾ അട്ടിമറിച്ച് 7 പേർക്കാണ് പ്രിൻസിപ്പൽ പ്രമോഷൻ നൽകിയിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. കോടതി ഉത്തരവ് പ്രകാരം തരം താഴ്ത്തിയ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരെ UGC റെഗുലേഷന് വിരുദ്ധമായി വീണ്ടും പ്രിൻസിപ്പൽമാരായി നിയമിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമാണ് വിവാദമാകുന്നത്. നിശ്ചിത യോഗ്യതകളിൽ ഇളവ് നൽകി പ്രിൻസിപ്പൽമാരായി നിയമിച്ചുകൊണ്ട് യോഗ്യതയില്ലാത്ത മറ്റ് അധ്യാപകരും പ്രിൻസിപ്പൽ പ്രമോഷന് വേണ്ടി രംഗത്തിറങ്ങാനാണ് സാധ്യത. UGCയുടെ 2010 റെഗുലേഷന് വിരുദ്ധമായി 2017-18 കാലയളവിൽ CPM അധ്യാപക സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെ 12 പേരെ പ്രിൻസിപ്പൽമാരായി നിയമിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു. ഇടത് സർക്കാർ കോളേജ് അധ്യാപക സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന KK ദാമോദരൻ ഉൾപ്പെടെയുള്ളവർ അയോഗ്യരാണെന്നും തന്റെ പ്രിൻസിപ്പൽ പ്രമോഷൻ തടഞ്ഞതും ചോദ്യം ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്ന ഡോക്ടർ ബാബു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതോടെയാണ് അയോഗ്യരായ 12 പേരും ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പുറത്തായത്. UGC 2010 റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധ്യാപകരുടെ യോഗ്യതകൾ പുനഃപരിശോധിച്ച് ഹർജിക്കാരനുൾപ്പെടെയുള്ളവരുടെ പ്രിൻസിപ്പൽ നിയമനത്തിൽ തീരുമാനമെടുക്കാനും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. UGC വ്യവസ്ഥ പ്രകാരം പ്രിൻസിപ്പൽ നിയമനത്തിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത റിസർച്ച് ഗൈഡ് ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ UG PG വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകൾ ഗൈഡ് ചെയ്ത അധ്യാപകരെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഗൈഡുകളാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്താണ് നിയമന വ്യവസ്ഥകൾ അട്ടിമറിച്ച് 7 പേർക്ക് പ്രിൻസിപ്പൽ പ്രമോഷൻ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന നിയമനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം.